നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജന്മനക്ഷത്രമാണ്. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നതുമാണ്. വിവാഹിതരായവർ ദീർഘ മംഗല്യ ഭാഗ്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടെയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുക. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട്. വെള്ളിയാഴ്ചയും പൗർണമിയും തിരുവാതിരയും ചേർന്ന് വരുന്നതിനാൽ ഈ വർഷത്തെ തിരുവാതിര വ്രതാനുഷ്ഠാനം ഇരട്ടി ഫലദായകവുമാണ്. പരമശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകും എന്നാണ് വിശ്വാസം. കല്യാണം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പുത്തിരുവാതിര എന്നാണ് പറയുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഐതിഹ്യത്തെ കുറിച്ചാണ്. ചുരുക്കി പറയാം, പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാളായി പരാമർശിക്കുന്നത്. ശിവഭക്തർ ഉത്സവതുല്യമായ ആഘോഷപൂർവം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് സ്ത്രീകൾ പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിരയാണ് എന്നാണ് വിശ്വാസം. ഇതല്ലാതെ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് ശല്യമുണ്ടാക്കിയതായ അല്ലെങ്കിൽ വിഘ്നം വരുത്തിയതായ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ച് കിട്ടാൻ അദ്ദേഹത്തിന്റെ പത്നി ഉപവാസം എടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. ഇങ്ങനെ ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഫലങ്ങളെ കുറിച്ചാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹങ്ങൾ ഇല്ലാതാക്കുവാനും ദീർഘ മംഗല്യ ഭാഗ്യത്തിനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ അകലുവാനും കൂടാതെ നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താന ഭാഗ്യത്തിനും അത്തരത്തിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലുവാനും കുടുംബ സൗഖ്യം കുടുംബസുഖം ജീവിതത്തിലേക്ക് കടന്നു വരാൻ തിരുവാതിര വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശരിയായ രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇനി പരാമർശിക്കാനായി പോകുന്നത് എന്നു മുതലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ചാണ്. മകീരം നാളും തിരുവാതിര നാളും തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസങ്ങളാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം നാം ആചരിക്കുന്നത്. പക്ഷേ തിരുവാതിരയ്ക്ക് 10 ദിവസം മുൻപ് വ്രതം ആരംഭിക്കണം എന്നാണ് പണ്ട് മുതൽക്കേയുള്ള വിശ്വാസം. ഈ 10 ദിവസങ്ങളിലും വ്രതം എടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് തെളിയിച്ച് തിരുവാതിര കളിക്കണം എന്നാണ് വിശ്വാസം. 9-ാം ദിവസം മകീരം നാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീങ്ങും. 10-ാം ദിവസമാണ് തിരുവാതിര. ഈ 10 ദിവസങ്ങളിലും ഉപവാസം വേണം എന്നാണ് വിശ്വാസം. ജലപാനവും ഫലങ്ങളും ഭക്ഷിക്കുകയും ചെയ്യാം. തിരുവാതിര വ്രതം എടുക്കുന്നതായ സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട്. തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലം മുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ച് കുളിക്കുകയും ചെയ്യുന്നതാണ്. തിരുവാതിര ദിവസം സ്ത്രീകൾ 3 അതായത് വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും കൂട്ടി മുറുക്കുകയും പാതിരാപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചു കൂട്ടണം എന്നാണ് പറയുക. അതിനുശേഷം പാതിരാപ്പൂവ് ചൂടി തിരുവാതിര കളിക്കണം. അതിനുശേഷം തുടിച്ച് കുളിക്കണം, അതായത് കുളത്തിൽ മുങ്ങി കുളിക്കണം എന്നാണ് പറയുക. ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരാണ് എങ്കിൽ 10 ദിവസം വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തിരുവാതിരയുടെ തലേനാൾ മുതൽ വ്രതം ആരംഭിക്കാം. ഈ വർഷം ജനുവരി 12 അതായത് ധനു 22
പകൽ 11:26 മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കും. പിറ്റേ ദിവസം 10:39 വരെ തിരുവാതിര നക്ഷത്രവുമാണ്. അപ്പോൾ ജനുവരി 11 മുതൽ തിരുവാതിര വ്രതത്തിനായി നിങ്ങൾ തയ്യാറെടുക്കണം. ചിലർ തലേ ദിവസം ഒരിക്കലൂണും മറ്റും വ്രതനിഷ്ഠകളും നോൽക്കുന്നവരാണ്. മറ്റു ചിലർ തലേ ദിവസം മത്സ്യമാംസാദികൾ വേണ്ട എന്ന് വയ്ക്കും. ദേശഭേദം അനുസരിച്ച് അനുവർത്തിച്ചു വരുന്നത് പോലെ ചടങ്ങുകൾ നിങ്ങൾ ചെയ്യുക. മകീരം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മകീരം നോയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകീരം നോമ്പ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകീരം ദിനത്തിൽ 8 അടങ്ങാടി ചുട്ട് നിവേദിക്കണം എന്നാണ് പറയുക. അപ്രകാരമാണ് ചിട്ട. കാച്ചിൽ, ചേന, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവ് കാച്ചി നാളികേരവും പഴവും വൻപയറും വേവിച്ചത് കരിമ്പും മറ്റും ചേർത്താണ് 8 അടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത്. ഗണപതിക്കും പരമശിവനും പാർവതി ദേവിക്കും നേദിച്ചതിന് ശേഷം പ്രസാദമായി ഏവർക്കും ഭക്ഷിക്കാവുന്നതുമാണ്. വൈകുന്നേരം വിളക്ക് തെളിയിച്ച് പരമശിവനെയും പാർവതി ദേവിയെയും ഉമാമഹേശ്വര സങ്കല്പത്തെയും നിങ്ങൾ പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്നത് വരെ ഉപവാസം എടുക്കണം എന്നാണ് തിരുവാതിര വ്രതത്തിന്റെ രീതി. ചിലർ ഒരിക്കലൂണ് ആയും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യം അനുസരിച്ച് അതിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാം. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടുകയും സീമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുക. സിന്ദൂരം അണിയുമ്പോൾ ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന മന്ത്രം 3 തവണ ജപിക്കുക. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി തിരുവാതിര പുഴുക്ക്, കൂവ കുറുക്കിയത്, ഗോതമ്പ്, പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണ, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നതും ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമം. വിവാഹിതരാണ് എങ്കിൽ ഭാര്യ ഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കുവാൻ 108 തവണ ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമ, ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമ എന്ന മന്ത്രം ജപിക്കണം. കൂടാതെ ഉമാമഹേശ്വരന്മാരെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ ശിവായ നമ, ഓം നമഃശിവായ ശിവായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വ്രതാനുഷ്ഠാനത്തിൽ ഉടനീളം ഈ മന്ത്രം ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ തിരുവാതിര രാത്രിയിലാണ് പാതിരാപ്പൂ ചുടൽ.